ഉഷയാണല്ലോ വരുന്നത്. ആ വരവത്ര പന്തിയല്ലല്ലോ. എവിടെ നിങ്ങളുടെ മോള് ശാരിക? എന്താ ഉഷ? എന്താന്ന് പറയാം, വിളിക്കോളെ. ഉഷ വന്നേ. ഞാൻ അങ്ങോട്ട് വരാനാ? ആദ്യം നിങ്ങളുടെ മോളെ വിളിക്ക. ഉഷയോട് ഞാനാ പറഞ്ഞത് അങ്ങോട്ട് വരാൻ. വാ. എന്താ രാജി, ഇവിടത്തെ ശാരിക്ക് ഉഷയുമായി ഒരു ഇടപാട്? അറിയില്ല ശങ്കരേട്ടാ. ഇടപാടെന്താന്ന് ചോദിച്ചാലേ നിങ്ങളുടെ മകള് നാറ് ശാരദാമേ. അടിച്ചു നനച്ച് ആറ്റി കുളിച്ചാലും പിന്നെ നാറ്റം മാറില്ല. നാറട്ടേന്ന് കരുതി തന്നെയാ 4 പേരുടെ മുന്നിൽ വെച്ച് വർത്താനം പറയാൻ വേണ്ടി ഞാൻ ഹോട്ടലിലേക്ക് തന്നെ കയറി വന്നത്. വിളിച്ചത് നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. ഉഷയാരാണെന്ന് ശാരദാമ്മയ്ക്ക് അറിയാലോ. ഉഷ കാര്യം എന്താന്ന് വെച്ചാ പറയേ. സ്വന്തം ഹോട്ടല് കത്തിക്കാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരുത്തി ആ കേസിൽ അവിടെ അമ്മയെ പ്രതിയാക്കിയിട്ട് കാലം നീട്ടി ഇവിടെ സുഖിച്ചിരിപ്പുണ്ടല്ലോ. നാണം ഉണ്ടെങ്കിൽ അവളോട് ആ കൊട്ടേഷൻകാരുടെ പണിക്കാശെങ്കിലും കൊടുക്കാൻ പറ. ഉഷ എന്തായി പറയുന്നേ? ഏത് ഹോട്ടലിൽ കത്തിക്കാൻ കൊട്ടേഷൻ കൊടുത്തെന്നാ? ഈ മുറ്റത്ത് നിന്നിരുന്ന ഹൃദയശ്രീ ഹോട്ടലിൽ കത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ ശാരദാമേ? ആ അറിഞ്ഞു. ആ ഹോട്ടല് കത്തിക്കാൻ എന്റെ അനിയൻ മധുവിന് കൊട്ടേഷൻ കൊടുത്തതേ ബാലേന്ദ്രനാ. ബാലേന്ദ്രനോ? ആ. നിങ്ങൾ ഈ വൃത്തിയോട് കാണിക്കാൻ പാടില്ലായിരുന്നു. ബാലചന്ദ്രന് 2 ലക്ഷം രൂപ അവിടെ കത്തി കിടക്കുന്നത്. ബാലേന്ദ്രൻ ഞാനല്ലെന്ന് പറഞ്ഞല്ലോ. പകരത്തിന് പകരമായിട്ട് ഒരു JCB കൊണ്ടുവന്നു ഈ കൂനാച്ചി ഹോട്ടൽ ഇടിച്ചു നിർത്താൻ ബാലേന്ദ്രന് കഴിയാഞ്ഞിട്ടല്ല. നീ അല്ലടാ പട്ടി ഹോട്ടലിൽ തീട്ടത്. ശാരദാമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്നെ തല്ലല്ലേ ബാലേന്ദ്ര. നീ സത്യം പറയില്ലല്ലടാ. സത്യാണോ ഉഷയെ പറയുന്നേ? ഞാനെന്തിനാ കള്ളം പറയുന്നേ? അതും എന്റെ അനിയനെ കൂടി പ്രതിയാക്കിക്കൊണ്ട്. മധുവും കൂട്ടുകാരും കൂടി ഇവിടെ വന്ന് പെട്രോൾ ഒഴിച്ച് ഹോട്ടൽ കത്തിച്ചു. ആ സമയം ഹോട്ടലിനകത്തുണ്ടായിരുന്ന നിങ്ങളുടെ മകള് ശാരിക മോള് കത്തുന്നൊരു ഓലമടലെടുത്ത് മധുവിന് നേരെ എറിഞ്ഞു. അവന്റെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ക്യാനിന്ന് തീ മുകളിലേക്കാളി ശരീരം മൊത്തം പൊള്ളി. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ അവനെ തിരക്കി ഒരു പട്ടിക്കുറുക്കം പോലും വന്നിട്ടില്ല. എനിക്കുള്ള പണി കളഞ്ഞിട്ടാ ഞാൻ മധുവിനെ നോക്കാൻ ഇവിടെ നിൽക്കുന്നത്. ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കും കാശ് വേണ്ടേ? കൊട്ടേഷൻ കാശിന് ബാലേന്ദ്രനെ തിരക്കി ചെന്നപ്പോ അവൻ പറയുക ശാരികയുടെ ഒന്ന് വാങ്ങിക്കോളാം. ശാരികയോടോ? ആ, അത് അവള് പറഞ്ഞിട്ടാണ് അത്രേ ബാലേന്ദ്രൻ കൊട്ടേഷൻ കൊടുത്തത്. അവൻ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അയ്യോ തന്നെ എന്നെ തീയിട്ട് കൊല്ലാനായിരുന്നല്ലേ നിങ്ങളുടെയൊക്കെ ശ്രമം? കത്തിക്കാൻ വന്നവൻ ഒരുത്തന്റെ ദേഹത്തേക്ക് തീ കത്തുന്ന ഓലമറ ഒന്നെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഞാൻ. അവനേതായാലും 20 കണക്ക് പറയേണ്ടി വരും. അവനും അവനെ അയച്ചവരും എല്ലാവരും. ഇതാ ആള്. ഞാൻ നല്ല വ്യക്തമായിട്ട് തന്നെ കണ്ടതാ. ഹോട്ടൽ കത്തിക്കാവുന്ന ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി. പക്ഷെ ഇവര് മാത്രം
മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അവിടെ മനസ്സറിവോടെ ഹോട്ടൽ കത്തിച്ചിട്ട് അവൾ എന്തിനാ ശാരദാമ്മേ എന്റെ അനിയൻ മധുവിന്റെ നേരെ കത്തുന്ന ഓലമടല് വലിച്ചെറിഞ്ഞത്? അവൾ തകർത്തങ്ങ് അഭിനയിച്ചതായിരിക്കും അല്ലേ? അതിനിരയായതും അനുഭവിക്കുന്നതും എന്റെ അനിയനാ. ഈ അടുത്ത കാലത്തൊന്നും അവനെ കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ കൊണ്ട് ഇതിനുള്ള സമാധാനം പറയിപ്പിക്കുന്നുണ്ട് ഞാന്. എവിടെ അവള്? ശാരദാമ്മേ, എന്റെ അനിയനെ മാത്രമല്ല നിങ്ങളെ, സ്വന്തം പെറ്റ അമ്മയെ കൂടി അവള് ചതിച്ചത്. അവളോട് രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം. ഉഷ നിക്ക്, എന്നെ ചതിച്ചത് വിട്ടേക്ക്. ഉഷയ്ക്ക് വേണ്ടത് കാശല്ലേ? എന്റെ മകളെ ചീത്ത പറയുകയോ ശപിക്കുകയോ നാട്ടുകാർക്ക് മുന്നിൽ നാണം കെടുത്തുകയോ ചെയ്യുന്നത് കൊണ്ട് മധുവിന്റെ ചികിത്സയോ കുടുംബ ചെലവോ നടക്കില്ലല്ലോ. ആലോചിക്കാനൊന്നുമില്ല. ഒരു നിമിഷം ഇവിടെ നിൽക്കേ. എന്തോ കാര്യമായ സംസാരമാണല്ലോ. അല്ല, ആർക്കും കൊടുക്കാനാ ശാരദാമ്മ ഈ കാശ് മൊത്തം വാരിയെടുത്തോണ്ട് പോകുന്നത്? അത് ഉഷയുടെ അനിയൻ പൊള്ളലേറ്റോ മറ്റോ ആശുപത്രിയിലാ രാജി. സ്ഥിതി ഇത്തിരി കഷ്ടത്തിലാ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണ്ടേ? അല്ല, ആ ഉഷയുടെ ഇത് 4000-ത്തിനടുത്തല്ലേ ഉള്ളു ശാരദാമ്മേ? ഹോട്ടലിലുണ്ടായിരുന്ന മുഴുവൻ നുള്ളിപ്പറക്കി എടുത്തതാ ഉഷേ. ഇനി നാളത്തേക്ക് പാലും മാവും പലവഞ്ഞനും ഒക്കെ വാങ്ങാൻ ആരുടെങ്കിലും ഒക്കെ മുന്നിൽ കൈനീട്ടണം. ഇതൊന്നിനും തികയത്തില്ല ശാരദാമ്മേ. തൽക്കാലം ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ഉഷേ. ഇനിയും വേണ്ടത് എത്രയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരാം. എന്നാ ശരി ശാരദാമ്മേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഉഷേ, പിന്നെ കാശ് എത്രയെന്ന് വെച്ചാൽ ഉള്ളതുപോലെ ഞാൻ സംഘടിപ്പിച്ച് തരാം. ഉഷ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഹോട്ടൽ കത്തിച്ചതിൽ ശാരികയുടെ മനസ്സറിവുണ്ടായിരുന്നു എന്ന് മൂന്നാമതൊരാൾ അറിയരുത്. കഴിയുമെങ്കിൽ അതുപോലും. ശാരദാമ്മേ, നിങ്ങൾക്ക് പിറന്ന മകള് തന്നെയാണോ ഈ ശാരിക? അതോ ഹോസ്പിറ്റലിൽ വെച്ച് കൊച്ചു മാറിപ്പോയതോ മറ്റോ ആണോ? എന്റെ ദേവി, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? ശാരദാമ്മേ, മൂന്നാമതൊരാൾ അറിയാതെ മൂടി വെച്ചിട്ട് എന്ത് ചെയ്യാനാ ശാരദാമ്മേ? അസുഖം തൊണ്ടയില രാജി. നുണഞ്ഞിറക്കാനേ നിവൃത്തിയുള്ളൂ. ഇതുപോലത്തെ അമ്മമാരെ കിട്ടാൻ പുണ്യം
മനസ്സിലാവുന്നില്ലല്ലോ. പാവം, ഇനി ഈ കടം കൂടി വീട്ടാൻ ശാരദാമ്മ വണ്ടിക്കാളെ പോലെ പണിയെടുക്കണം. എന്നിട്ടെന്തെങ്കിലും ഫലമുണ്ടോ? അതുമില്ല. അവള് പറഞ്ഞിട്ടാണ് അത്രേ ബാലചന്ദ്രൻ കൊട്ടേഷൻ കൊടുത്തത്. അവിടെ മനസ്സറിവോടെ ഹോട്ടൽ കത്തിച്ചിട്ട് അവൾ എന്തിനാ ശാരദാമ്മേ എന്റെ അനിയും മധുവിന്റെ നേരെ കത്തുന്ന ഓലമടൽ വലിച്ചെറിഞ്ഞത്? അവൾ തകർത്തങ്ങ് അഭിനയിച്ചതായിരിക്കും അല്ലേ? എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? സത്യാമ്മ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. പത്മാവതിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമേ ഉള്ളൂ സത്യാമ്മേ. നിങ്ങൾ ആ സുസ്മിത എന്തിനാ മടിക്കുത്തിൽ എടുത്തു വെച്ചിരിക്കുന്നേ? അവളെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിട്. ഞാൻ ആരെയും മടിക്കുത്തിലൊന്നും എടുത്തു വെച്ചിട്ടില്ല. നിങ്ങൾ പിന്നെ എന്തിനാ അവളെ വീട്ടിൽ പിടിച്ചു വെച്ചേക്കുന്നെന്ന്? പത്മാവതി, അതിൽ പത്മാവതിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. എനിക്ക് മനസ്സിലാകാൻ പറ്റാത്ത എന്ത് സാഹചര്യം ഉള്ളത് പറഞ്ഞാ മതി. ഞാനും കുത്തിരിച്ചോറ് തന്നെയാ ഉണ്ണുന്നത്. പത്മാവതി, രോഹിത്തിന്റെ കേസിന്റെ കാര്യം അറിയാലോ. ആ കേസിൽ പ്രീതി ദൃക്സാക്ഷി മൊഴി നൽകിയാലേ സുസ്മിതയ്ക്ക് ശിക്ഷ കിട്ടും. അവളെ മുന്നിൽ കണ്ടാലേ മറന്നുപോയ സംഭവങ്ങൾ പ്രീതിക്ക് ഓർമ്മ വരുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാ സുസ്മിതയെ ഞാൻ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ സുഖവാസം അല്ല. ഓ, ലോകത്തെങ്ങും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ സത്യാമ്മേ. സുസ്മിതയെ മുന്നിൽ കണ്ടാലേ പ്രീതിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരത്തുള്ളെന്ന്. നിങ്ങൾക്കിതുപോലെ പല ന്യായങ്ങളും പക്ഷെ പറയാനുണ്ടായിരിക്കും. 2 വർഷമായില്ലേ ആ മൂദേവി നിങ്ങളുടെ വീട്ടിൽ കയറി കൂടിയിട്ട്? അവളെ വിശ്വസിച്ച് നിങ്ങൾ മകനെയും മരുമകളെയും വരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കെട്ടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചിട്ടും അവള് നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ? നിങ്ങൾക്ക് അവളോടുള്ള ദീനാനുകമ്പയും കരുണയും എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദേ, എന്റെ ദേഹത്ത് കൈവച്ചിട്ടാ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. അവൾക്ക് അതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്നാ? എന്ത് കന്നന്തരവ് കാണിച്ചാലും പൊതിഞ്ഞു പിടിക്കാൻ നിങ്ങളുണ്ടെന്നുള്ള ധൈര്യം അതിനി വിലപ്പോവില്ല സത്യാമ്മേ. മര്യാദയ്ക്ക് നിങ്ങൾ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ. പത്മാവതി, പത്മാവതിക്ക് എന്താ കാര്യം പറഞ്ഞ് മനസ്സിലാവില്ലേ? എനിക്ക് ഇന്ന് ഇതിനൊരു തീരുമാനം അറിയണം. പത്മാവതി, എനിക്കല്പം തിരക്കുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് തീരുമാനം അറിയോ അറിയാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് പോ പത്മാവതി. സത്യാമ്മേ, സത്യാമ്മേ, സത്യാമ്മേ പോവല്ലേ? വണ്ടി എടുക്ക്. അങ്ങനെ അങ്ങ് പോയാലോ സത്യാമ്മേ? സത്യാമ്മേ, സത്യാമ്മേ പോവല്ലേ? ഡോർ തുറക്ക്. ഒന്ന് പെട്ടെന്ന് എടുക്കടോ വണ്ടി. സത്യാമ്മേ തുറക്ക്. സത്യാമ്മേ. എന്താണ് കാട്ടിയത്? ഞാനല്ല സത്യാമ്മേ, അവരെ അടുത്ത് ചാടിയത്. ദൈവമേ, പത്മാവതി, പത്മാവതി, ഒന്ന് പിടിച്ചേ ഹോസ്പിറ്റലിൽ എത്തിക്കാം. പത്മാവതി, 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 പെട്ടെന്നാട്ടെ. പത്മാവതി, പത്മാവതി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? പത്മാവതി,
ഇവിടെ വെള്ളം. പത്മാവതി, 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 കണ്ണു തുറക്ക് പത്മാവതി, പത്മാവതി, പത്മാവതി. അയ്യോ, പത്മാവതി, കണ്ണു തുറക്ക്. പറയുന്ന കേൾക്കുന്നില്ലേ? അയ്യോ, ഒന്ന് പെട്ടെന്ന് കാട്ടെ പത്മാവതി. പത്മാവതി, വേദനയുണ്ടോ? നടുവിനൊരു പേടിക്കണ്ട, നമ്മളിപ്പോ ഹോസ്പിറ്റലിലെത്തും. ഹോസ്പിറ്റലിലേക്ക് പോകണ്ട സത്യാമ്മ. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. രോഹിത്തിനെ വിളിക്കാൻ പത്മാവതി, അവൻ ഹോസ്പിറ്റലിലേക്ക് വരും. അത്ര നേരം ഞാൻ കാത്തിരുന്നെന്ന് വരില്ല സത്യാമ്മ. അയ്യോ, അവനോട് പറയാനായിട്ട് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പത്മാവതി, പത്മാവതിക്ക് ഒന്നും സംഭവിക്കില്ല. എന്നായാലും സംഭവിക്കേണ്ടതല്ലേ സത്യാമ്മ. മോഹനേട്ടൻ പോയപ്പോ മുതല് ഞാൻ കൊതിച്ചിരുന്ന കാര്യമാ അങ്ങേരുടെ അടുത്തേക്ക് പോണോന്ന്. ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ അറിയാൻ മേലാത്ത മനുഷ്യനാണെന്നേ. എല്ലാത്തിനും ഞാൻ കൂടെ വേണം. പത്മാവതി, പത്മാവതി, ഇങ്ങനെയൊന്നും പറയാതെ. രോഹിത്ത്, അവനെ ഓർത്ത് മാത്രമാ ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. അച്ഛന്റെ അതേ പ്രകൃതം അവനും. രണ്ടാൾക്കും ഞാനില്ലാതെ പറ്റില്ല സത്യാമ്മേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നോർത്ത. അവൻ ഈ ലോകത്ത് ഒറ്റയ്ക്കായി പോകും സത്യാമ്മേ. അവനാരുമില്ല, അടുത്ത കൂട്ടുകാരോ ബന്ധുക്കളോ ആരും. പത്മാവതി, ഞങ്ങളൊക്കെ ഇല്ലേ? എങ്കിൽ സത്യാമ്മ എനിക്കൊരു വാക്ക് തരാവോ? എന്താ? എനിക്കെന്തെങ്കിലും സംഭവിച്ച അവനെ, എന്റെ രോഹിത്തിനെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കൊള്ളാവുന്ന വാക്കുതാ, വാക്കുതാ സത്യാമ്മ. വാക്ക് പത്മാവതി, വാക്ക്. അവൻ പ്രേമിച്ച പെണ്ണിനെ തന്നെയാ കല്യാണം കഴിച്ചു കൊടുത്തത്. എന്നിട്ടും ഗുണപ്പെട്ടില്ല. അവളോട് ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോവാനും ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതിനി വേണ്ടെന്ന് പറയണം. അവളെ ഇനി എന്റെ രോഗത്തിന് വേണ്ട, മറന്നു കളഞ്ഞേക്കാൻ പറയണം. ഉപേക്ഷിച്ചിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഗത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ അവളെ ആ സുസ്മിതനെ വെറുതെ വിട്ട് കളയരുത് സത്യാമ്മ. രോഹിത് അവളെ കാണുന്നത് വരെ സന്തോഷമായിട്ട് ജീവിച്ച കുടുംബമാണ് ഞങ്ങളുടേത്. അവളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവള് ചെയ്തതിനൊക്കെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണേ സത്യാമ്മ. അക്കാര്യത്തിലും സത്യാമ്മ എനിക്ക് വാക്ക് തരണം. സത്യാമ്മ, വാക്ക്, വാക്ക്. അവളെ അസുസ്മിത വെറുതെ വിടരുത്, വെറുതെ
പെട്ടെന്നാട്ടെ. പത്മാവതി, 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 പത്മാവതി.